നമസ്കാരം. മോദിയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ അടിപതറി പാകിസ്ഥാൻ നിലവിളിക്കുകയാണ്. മോദിയുടെ കാലു പിടിച്ചാൽ പോലും ഇനി വഴുതി വീണ കുഴിയിൽ നിന്ന് പാകിസ്ഥാനികൾക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന് വൻ തിരിച്ചടി കിട്ടിയത്. ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് UAE പിന്മാറിക്കഴിഞ്ഞു. 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചയിലായിരുന്ന കരാറാണ് ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ നടത്തിയ 3 മണിക്കൂർ നീണ്ട സന്ദർശനത്തിനു പിന്നാലെയാണ് അപ്രതീക്ഷിതമായ നീക്കമുണ്ടായത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ന്യൂഡൽഹിയിൽ നടത്തിയ 3 മണിക്കൂർ സന്ദർശനത്തിനു പിന്നാലെ ഇസ്ലാമാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് UAE പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 2025 ഓഗസ്റ്റ് മുതൽ ചർച്ചയിലുണ്ടായിരുന്ന ഈ കരാർ ഉപേക്ഷിക്കപ്പെട്ടത് പാകിസ്ഥാന്റെ ദൗത്യ നയ പരാജയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറുകയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ ദൃഢവും വ്യക്തവുമായ വിദേശ നയത്തിന്റെ ഫലമാണ്. ഇന്ത്യ എന്ന ലോക രാഷ്ട്രവേദിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന, പങ്കാളിത്തങ്ങൾക്ക് മൂല്യം നൽകുന്ന, എന്നാൽ ദേശീയ താല്പര്യങ്ങളിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത രാജ്യമായി മാറിയിരിക്കുന്നു. UAE-യുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഇന്ന് വാണിജ്യ നിക്ഷേപ ബന്ധങ്ങളെ മറികടന്ന് പ്രതിരോധം, സാങ്കേതിക വിദ്യ, ഊർജ്ജ സുരക്ഷ, ഭീകരവിരുദ്ധ സഹകരണം എന്നിവയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂഡൽഹി സന്ദർശനത്തിന് ശേഷമുള്ള UAE-യുടെ തീരുമാനങ്ങളെ വിലയിരുത്തേണ്ടത്. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം അടിസ്ഥാനപരമായി വളരെ ഉറച്ചതായി മാറി. ഒരു കാലത്ത് ഇന്ത്യയെ വെറും തൊഴിലാളികളുടെ ഉറവിടമായി കണ്ടിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ ഇന്ന് ഇന്ത്യയെ ഒരു തന്ത്രപരമായ പങ്കാളിയായി കാണും. UAE-യുമായി ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, നിക്ഷേപ സൗഹൃദങ്ങൾ, ഹൈടെക് സഹകരണം, പ്രതിരോധ മേഖലയിലുള്ള ധാരണകൾ ഇവയെല്ലാം ഇന്ത്യയുടെ ഉയർന്ന വിശ്വാസ്യതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ സന്ദർശനം ഇതിന്റെ തുടർച്ച മാത്രമാണ്. അതേസമയം പാകിസ്ഥാന്റെ അവസ്ഥ അതീവ ദയനീയമാണ്. സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ അസ്ഥിരത, സൈന്യവും സർക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾ, അന്താരാഷ്ട്ര അവഗണനകൾ ഇവയെല്ലാം ചേർന്ന് പാകിസ്ഥാനെ ഒരു വിശ്വസിക്കാനാവാത്ത പങ്കാളിയാക്കി മാറ്റിയിരിക്കുന്നു. അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരതയും സുതാര്യതയുമാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഇവ രണ്ടും അപൂർവമാണ്. ഇസ്ലാമാബാദ് എയർപോർട്ട് പോലുള്ള നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാനുള്ള ശ്രമം തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക ദിവാളിത്തത്തിന്റെ തെളിവാണ്. UAE-യുടെ പിന്മാറ്റം പാകിസ്ഥാനെ സംബന്ധിച്ചൊരു മുന്നറിയിപ്പാണ്. ഭീകരവാദത്തെ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന, ആഗോള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന നയങ്ങൾ ഇനി സഹിക്കില്ല എന്ന സന്ദേശമാണ്. ഇന്ത്യക്കെതിരായ വൈരാഗ്യം മാത്രം അടിസ്ഥാനമാക്കി വിദേശ നയം രൂപപ്പെടുത്തുന്ന പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളുടെ ഭാവി തന്നെ പണയം വയ്ക്കുകയാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ ചിത്രം പൂർണ്ണമായും വ്യത്യസ്തമാണ്. നെയ്ബർഹുഡ് ഫസ്റ്റ്, ആക്ട് ഈസ്റ്റ്, മേക്ക് ഇൻ ഇന്ത്യ, വികസിത് ഭാരത് തുടങ്ങിയ ആശയങ്ങളിലൂടെ മോദി സർക്കാർ ഇന്ത്യ ഒരു വികസന കേന്ദ്രിത ശക്തിയായി അവതരിപ്പിച്ചു. അതാണ് ഇന്ന് UAE പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യയോട് കൂടുതൽ അടുപ്പിക്കുന്നത്. ഇന്ത്യയുമായി കൈകോർക്കുന്നത് സാമ്പത്തിക നേട്ടം മാത്രമല്ല, ദീർഘകാല സ്ഥിരതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നു എന്ന ബോധ്യമാണ് ഗൾഫ് രാജ്യങ്ങൾക്കുള്ളത്. പാകിസ്ഥാൻ ഇപ്പോഴും പഴയ ചിന്താഗതികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയെ തളർത്തിയാൽ തങ്ങൾക്ക് ഉയരാം എന്ന തെറ്റായ ധാരണയാണ് അവരുടെ നയങ്ങളെ നിയന്ത്രിക്കുന്നത്. സാമ്പത്തിക ശക്തി, സാങ്കേതിക മികവ്, നയതന്ത്ര വിശ്വാസ്യത ഇവയാണ് ഇന്നത്തെ ശക്തിയുടെ അളവുകോൽ. ഈ 3 മേഖലകളിലും ഇന്ത്യ മുന്നേറുമ്പോൾ പാകിസ്ഥാൻ പിന്നോട്ട് പോവുകയാണ്. UAE-യുടെ തീരുമാനത്തെ ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയായി ചിത്രീകരിക്കാൻ പാകിസ്ഥാനിലെ ചില വൃത്തങ്ങൾ ശ്രമിച്ചേക്കാം. മോദിയുടെ ഇന്ത്യ വ്യക്തമായ നിലപാടുകളുള്ള, ഉത്തരവാദിത്വമുള്ള, ഭാവിയിലേക്ക് നോക്കുന്ന ഇന്ത്യയാണ്. അതിനാൽ തന്നെ ലോകം ഇന്ത്യയെ അടുത്ത പങ്കാളിയായി തിരഞ്ഞെടുക്കും. ഈ സംഭവ വികാസം ഇന്ത്യക്ക് ഒരു അഭിമാന നിമിഷവും പാകിസ്ഥാൻ ഒരു ആത്മപരിശോധനയുടെ അവസരവുമാണ്. പക്ഷേ ചരിത്രം നോക്കിയാൽ പാകിസ്ഥാൻ ഈ പാഠം പഠിക്കുമോ എന്നത് സംശയമാണ്.